ഈ ഒന്നാമത്തെ ദശകം എന്ന് പറയുന്നത് ആധാരസത്യങ്ങളുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു കണ്ടൻസ്ഡ് ഫോമാണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒന്നാമത്തെ ദശകം നന്നായി പഠിച്ചാൽ നാരായണീയം മുഴുവൻ പഠിച്ചതിന് തുല്യം. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കേണ്ടത് ബ്രഹ്മം എന്നുള്ളത് എത്തപ്പെടേണ്ട ഒന്നല്ല, അത് തിരിച്ചറിയപ്പെടേണ്ട ഒന്നാണ്. നമ്മൾ ഇവിടുന്ന് നടന്നു പോയിട്ട് കിട്ടേണ്ട ഒരു സാധനമല്ല ബ്രഹ്മം, അതകത്ത് തിരിച്ചറിയേണ്ടതാണെന്നാണ് ഫസ്റ്റ് ലെസൺ നമ്മൾ രാവിലെ പഠിച്ചത്. അതിനുശേഷം പറഞ്ഞു ബ്രഹ്മം ദുർലഭമാണ് എന്ന്. നമ്മൾ ഏവം ദുർലഭ്യ വസ്തു എന്ന് പറഞ്ഞതിൽ എന്തുകൊണ്ട് ദുർലഭമാണെന്ന് പറഞ്ഞ് അത് കിട്ടാൻ കഷ്ടമായ സാധനം സ്റ്റോക്കില്ലാത്തതുകൊണ്ടല്ല, അതെല്ലാവിടെയും ഉണ്ട്. പക്ഷെ മനസ്സ് നമ്മുടെ മുൻഗണനകളെ തെറ്റിക്കൊടുക്കണോണ്ടാണ്. നമ്മളതിനെ അവിടെ ഉണ്ടായിട്ടും കാണുന്നില്ല, അത് നമ്മുടെ കുഴപ്പമാണ്. രണ്ടാമത്തെ ലെസനാണ്. മൂന്നാമത്തെ ലെസൺ പറഞ്ഞു ശുദ്ധസത്വമായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹരൂപം ഭഗവാന്റെ ബ്രഹ്മഭാവത്തിനെ മറയ്ക്കുന്നേ ഇല്ല, പകരം അത് കൂടുതൽ ഭംഗിയായിട്ട് ആ വിഗ്രഹം വെളിപ്പെടുത്തി തരികയാണ്. ഓ വിഗ്രഹാരാധന മഹാമോശം, ഞാൻ നിരാകാര ബ്രഹ്മത്തിനെ പ്രാർത്ഥിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണവർക്കുള്ള ഉത്തരമാണ് അവിടെ കൊടുക്കണത്. ആ വിഗ്രഹം ആ ബ്രഹ്മഭാവത്തിനെ കൂടുതൽ വെളിപ്പെടുത്തി തരികയാണെന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞു നിർഗുണമാണെങ്കിലും സഗുണമാണെങ്കിലും ഇതൊന്നും തമ്മിൽ വിപരീതമല്ല. രൂപമുള്ളതും രൂപമില്ലാത്തതെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് അല്ല. ഒന്ന് ഉപരിതലാണ്, രണ്ട് അതിൻ്റെ ആഴാണ്. രൂപം ഉപരിതലം സർഫസ്, രൂപമില്ലായ്മ ഡെപ്ത് ആഴം. കടൽ എങ്ങനെയാണ് മുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കണു, ഇറങ്ങി നോക്കിയാലേ അറിയുള്ളൂ അതിൻ്റെ വലിപ്പം എന്താണെന്ന്. അതുപോലെ കാണുന്ന വിഗ്രഹം ഉപരിതലം, കാണാത്ത ഭഗവാന്റെ നിരാകാര രൂപം അതിൻ്റെ ആഴം. ഈ വിധത്തിൽ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തത് സൃഷ്ടി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരു ആവശ്യത്തുനിന്നോ അധ്വാനത്തുനിന്നോ ഉണ്ടായിട്ടുള്ളതല്ല. ഭഗവാൻ കർത്താവല്ല, ഭഗവാന്റെ നോട്ടം ഈക്ഷണം എന്ന് പറയും. നമ്മൾ ഈക്ഷണം ഈക്ഷിതാർത്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ കനകധാരാസ്തവത്തിൽ. ഈക്ഷണം വെച്ചാൽ നോട്ടം. ആ നോട്ടം മാത്രമാണ് ഭഗവാന്റെ ഒരു നോട്ടം മാത്രമാണ് സൃഷ്ടിക്ക് കാരണം. ഇത് സൃഷ്ടി അതുകൊണ്ട് ഭഗവാന്റെ എന്തെങ്കിലും ആവശ്യത്തുനിന്നോ ഭഗവാൻ കുറേ കഷ്ടപ്പെട്ടിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. താൻ തന്നെ വിശ്വമായിട്ട് അങ്ങോട്ട് ഒരു ഇച്ഛ കൊണ്ട് പരിണമിച്ചിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ആറാമത്തെ സത്യം, ആറാമത്തെ ലെസൺ, ദിവ്യരൂപം നിലനിൽക്കുന്നത് എന്തിനാ? ഗുരുവായൂരപ്പൻ എന്തിനാ ഇങ്ങനെ രൂപം എടുത്ത് നിൽക്കുന്നത്? ആ രസം നമുക്ക് നുകരാൻ വേണ്ടിയിട്ടാത്രേ, ആ മധുരം നുകരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സൃഷ്ടി ദുഃഖകരമാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഈ ജനിച്ചുകൊണ്ടാണല്ലോ ഈ രൂപം കാണാൻ പറ്റിയതും ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റിയതും. അതുകൊണ്ട് സന്തോഷിക്കുക. ലോകം എന്ന് പറയുന്നത് കർമ്മഫലം അനുഭവിക്കാനുള്ള സ്ഥലം മാത്രമല്ല, ഭക്തിരസം നുകരാനുള്ള ഒരു വേദി കൂടിയാണ്, ഒരിടം കൂടിയാണെന്ന് മനസ്സിലാക്കിയാൽ ജീവിതം ബ്യൂട്ടിഫുള്ളാവും. അതാണ് ആറാമത്തത്. ചോദിക്കണതിനും പ്രയത്നിക്കണതിനും മുൻപേ തന്നെ ശരണാഗതി അടഞ്ഞവന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുൻകൂട്ടി അറിഞ്ഞ് ചെയ്തിരിക്കും. കുചേലൻ്റെ കാര്യത്തിൽ അതാ സംഭവിച്ചു. ഒന്നും ചോദിക്കേണ്ടി വന്നില്ല, കയ്യിൽ കൊടുത്ത് ബുദ്ധിമുട്ടിച്ചുമില്ല, വീട്ടിലെത്തിച്ചു കൊടുത്തു അല്ലേ. ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒക്കെ വീട്ടിലേ കൊടുക്കുള്ളൂ. കാശ് മാത്രമല്ല, നല്ല പണിയും കൊടുക്കും, വീട്ടിലാണ് കൊടുക്കുക, കുടുംബക്കാർക്കാണ് കൊടുക്കുക. ഈ അടിച്ചു മാറ്റി കൊണ്ടുപോകണമാരുണ്ടല്ലോ, അവർക്കൊക്കെ വീട്ടിലാണ് കിട്ടുക. കാലങ്ങൾ വരുന്ന രോഗങ്ങൾ, തലതിരിഞ്ഞു പോണ മക്കൾ, ഇതൊക്കെ കാണാം. നല്ലതും വീട്ടിലേ കൊടുക്കുള്ളൂ. കുചേലൻ്റെ കൈ കൊടുത്തില്ല, ചെന്നപ്പോൾ വീട് മൊത്തം മാറിയിരിക്കും അല്ലേ. നല്ലതും ചീത്തയൊക്കെ ഭഗവാൻ കുടുംബത്താ തരിക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിടപഴകുക. പിന്നെ ഏറ്റവും വലിയ സമ്മാനം വസ്തുക്കളല്ല, ആത്മാവ് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഭഗവാനെ തരുന്നതാണ് ഏറ്റവും വലിയ ഗ്രേസും ഗിഫ്റ്റും ഭഗവാന്റെ നിന്ന് കിട്ടേണ്ടത്. ഭഗവാനെ വരം തരൂ എന്ന് പറയുമ്പോൾ ഭഗവാനെ തരൂ എന്ന് പറയണ അതിൽ നല്ലത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒമ്പതാമത്തെ കാര്യം, ആനന്ദം എന്ന് പറയണത് ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയല്ല, ഏകപക്ഷിയല്ല. ഭക്തർ ഭഗവാനിൽ ആനന്ദിക്കുമ്പോൾ ഭഗവാൻ അവനവനിൽ ആനന്ദിക്കേണ്ടതെന്ന് നോക്കൂ. നമ്മൾ ഓരോരുത്തരുടെയും ആനന്ദിക്കുന്നവരുടെ എണ്ണം കൂടുന്തോറും ഭഗവാന്റെ ആനന്ദം വർദ്ധിക്കുന്നു. ഭഗവാൻ ആത്മാരാമനായിരിക്കുന്നത് നമ്മൾ ഭഗവാനെ ആലോചിച്ച് ആനന്ദിക്കണോണ്ടത്രേ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, സ്തുതിക്കുമ്പോൾ ഭഗവാൻ അത് കേട്ടിട്ട് ആ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ തമാശയ്ക്ക് പറയും, ആ വത്സ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അതൊക്കെ കഥയിലും നാടകത്തിലൊക്കെ ഉള്ളൂ. നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാവുന്ന ഹർഷം തന്നെയാണ് ഭഗവാന്റെ ഹർഷം. നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ ഭഗവാൻ കരയുണ്ട്, നമ്മൾ ചിരിച്ചാൽ ഭഗവാൻ ചിരിക്കുന്നുണ്ട്, നമ്മൾ നൃത്തം വെച്ചാൽ ഭഗവാൻ നൃത്തം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൂന്താരം പറഞ്ഞ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കുന്നത്. അപ്പോൾ ഉണ്ണിയും കിടന്ന് തുള്ളിച്ചാടും നമ്മുടെ ഒപ്പം. ആ തുള്ളിച്ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആനന്ദം ഒരു സൈഡിൽ നമുക്ക് മാത്രമുള്ളൊരു സ്പെഷ്യൽ സംഭവം എന്നല്ല. നമ്മൾ ആനന്ദിച്ചാൽ ഭഗവാൻ ആനന്ദിച്ചു. ഇവിടുത്തെ സന്തോഷം അവിടുത്തെ സന്തോഷം. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഭയമില്ലാത്ത എന്തൊരവസ്ഥയുണ്ടോ അതാണ്. അല്ലാണ്ട് പേടിപ്പിച്ചിട്ടുള്ളൊരു ഈശ്വരവിശ്വാസം നമ്മളെ ഒരിക്കലും ആനന്ദത്തിലെത്തിക്കില്ല.
പേടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും. അയ്യോ ഭഗവാനെ എനിക്ക് പേടിയാണ്. നരസിംഹം പ്രത്യേകിച്ചു കാരുണ്യമൂർത്തിയാണ്. നിങ്ങൾക്ക് അത്രയും പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ പല്ലിലേക്ക് സടയിലേക്കൊന്നും നോക്കണ്ട, കണ്ണിൽ നോക്കുക. അങ്ങനെ കാരുണ്യം ഇങ്ങനെ വരണ കാണാം. ഒരച്ഛൻ, സ്നേഹമുള്ളൊരച്ഛനെ കാണാൻ പറ്റും അവിടെ നമുക്ക് നരസിംഹസ്വാമിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയായിട്ട് കാണുകയും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇന്നാളെ ഞാൻ മയൂർവിഹാറിൽ പറഞ്ഞു, ഒരു ഉണ്ണിസിംഹം, ഒരു ചെറിയ സിംഹം, അതിനെ മടിയിലിരുത്തുക. ഒരു അസർബൈജാനി അമ്മമ്മയുടെ കഥ ഞാൻ പണ്ട് നരസിംഹതത്വം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നാളെ തെറ്റിയിട്ട് ഉസ്ബെക്കി എന്ന് പറഞ്ഞു, അസർബൈജാനത്. ആ അമ്മമ്മ അഹോബിലത്തിലാണ് താമസിച്ചിരുന്നു. വന്നിട്ട് ആ അഹോബിലത്തിൽ അസർബൈജാനിൽ വന്നിട്ട് അവരുടെ പൂർവ്വത്തിലൊന്നും അവർക്ക് ഹൈന്ദവമായിട്ടുള്ള ഒരു പാരമ്പര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഇങ്ങോട്ട് വരണം തോന്നി ഇവിടെ വന്നു. ആ കാട്ടിൽ അവരൊരു കുടിൽ കെട്ടി താമസിച്ചു. സന്ധ്യയായ പൂജാരി വരെ അമ്പലം പൂട്ടി ഇറങ്ങിപ്പോവും. ഇവരവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ പൂജാരി മല ഇറങ്ങുമ്പോൾ മുകളിൽ പാത്രമൊക്കെ എടുത്ത് എറിയണ കേൾക്കാത്രേ. കോന്തറം പല്ലും വെച്ചോണ്ടിരിക്കും, ഒന്നും തിന്നൂല്ല, കുടിക്കൂല, ദേഹം ക്ഷീണിച്ചു, കഴിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവർ സിംഹത്തിന് ചീത്ത പറയുക, നരസിംഹത്തിന് ചീത്ത പറയണവർ. നരസിംഹം അവരുടെ വളർത്തു മകനാണ്. അതിന് പറഞ്ഞ കോന്തറം പല്ലെന്ന്. ആ പല്ലും വെച്ചിട്ട് ഒരു സാധനം മര്യാദയ്ക്ക് ചവയ്ക്കൂല്ല, തിന്നൂല്ല, ദേഹം ശോഷിച്ചു പോയി. നമ്മളല്ലേ കുട്ടി ക്ഷീണിച്ചു എന്ന് പറയണത്. നരസിംഹം ക്ഷീണിച്ചു എന്നാണ് പറയണത് അമ്മ. അവസാനം ലയിക്കുകയും ചെയ്തു. ഒരു ഭയങ്കര കഥയത്. ഒന്നാമത്തെ എൻ്റെ പഴയ 2018 പ്രഭാഷണം കിടപ്പുണ്ട്, നരസിംഹതത്വം ഗുരുവായൂർ വെച്ചുണ്ടായത്, അതിലുണ്ട് ആ കഥ. അതുകൊണ്ട് ഭഗവാൻ ആനന്ദിക്കുന്നുണ്ട്. യശോദ സന്തോഷിക്കുമ്പോൾ ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷം കാണാനാണ് ഭഗവാൻ ഓരോന്ന് കാണിക്കണം. ചില കുട്ടികളുടെ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി അവരോരോന്ന് ചെയ്യില്ലേ, അത് തന്നെ ഭഗവാന്റെ സൈക്കോളജി. അവസാനം 10ാമത്തെ ലെസൺ, പരമാധികാരം എന്ന് പറഞ്ഞാൽ അനാസക്തിയാണ്. ഏറ്റവും വലിയ പരമാധികാരി, അൾട്ടിമേറ്റ് സോവറിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിലും ആഗ്രഹമില്ലാണ്ടിരിക്കണവനാണ് ഏറ്റവും ബലവാൻ, ഏറ്റവും അധികാരമുള്ളവൻ. എല്ലാ പ്രപഞ്ചശക്തികളെയും നിയന്ത്രിക്കുമ്പോഴും സാക്ഷാൽ മഹാലക്ഷ്മി വക്ഷസ്സിലിരിക്കുമ്പോഴും ഭഗവാൻ സകലതെന്നും സ്വതന്ത്രനായിട്ടിരിക്കണു. ഗുണങ്ങൾ ആ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ബാധിക്കുന്നില്ല. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള 10 അടിസ്ഥാന തത്വങ്ങളാണ് ഭട്ടതിരി ആദ്യത്തെ ആ ദശകത്തിൽ എഴുതി വെച്ചേ. ഇത് അറിയാതെ നമ്മൾ അപ്പുറത്തേക്ക് പോയി എന്ത് വരാഹം, എന്ത് നരസിംഹം, എന്ത് കൃഷ്ണൻ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെ മുഴുവൻ പ്രകാശനമാണ് സംഭവിക്കുന്നത് ഇനി വരുന്ന കഥകളിലും ഭഗവാന്റെ ലീലകളിലും. ഭഗവാൻ ഗുണങ്ങളുള്ളവനല്ല, മറിച്ച് ഗുണങ്ങൾക്ക് കീഴടങ്ങാത്തവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാന്റെ ഓരോ ചെയ്തികളും മനസ്സിലാക്കാൻ. അതുകൊണ്ട് 10 ശ്ലോകങ്ങളെയും ഒരുമിച്ച് ചേർത്താൽ നമുക്കൊരു വരി കിട്ടും. അനന്തമായിട്ടുള്ള സത്യം, അതിൻ്റെ പൂർണ്ണത ഒട്ടും കുറയാണ്ട് ഭക്തർക്ക് എളുപ്പത്തിൽ പോയിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കുടികൊള്ളുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഗുരുവായൂരെന്നും ആ ദേവൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്നുമാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സത്യമല്ല, മറിച്ച് നമുക്കൊക്കെ സ്നേഹിക്കാനും അനുഭവിക്കാനും കഴിയണ പരമമായിട്ടുള്ള സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരി ഭാഗവതത്തിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള രൂപത്തെ കാണിച്ചു തരുന്നു. ഭാഗവതം എങ്ങനെ തുടങ്ങണം? ജന്മാദ്യസ്യതോന്യുയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി എന്നാ ഉദ്ഘോഷിച്ച് സത്യത്തെ ഉപാസിക്കുക, സത്യത്തെ ഉപാസിക്കുക, നാരായണനെ ഉപാസിക്കുക. കൃഷ്ണൻ പരം ധീമഹി, ശിവം പരം ധീമഹി, അംബാപരം ധീമഹി എന്നൊന്നുമല്ല പറഞ്ഞ്, സത്യം പരം ധീമഹി എന്നാ പറഞ്ഞ്. ആ ഗർഭത്തിൽ കിടക്കുമ്പോൾ, ദേവകിയുടെ ഗർഭത്തിൽ കിടക്കണ ഭഗവാനെ ബ്രഹ്മാദികൾ സ്തുതിക്കണം എങ്ങനെയാണ്? സത്യം അല്ലേ, സത്യമേ എന്ന് വിളിച്ചിട്ടാണ് സ്തുതിക്കണം. ഗർഭസ്തുതി തുടങ്ങണം എങ്ങനെയാ? എല്ലാറ്റിലും സത്യം 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 എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ബോധവസ്തു ഉണ്ട് എന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയണോ അപ്പോൾ അത് സത്യം എന്ന് പറയുന്ന വാക്കാൽ അറിയപ്പെടും. അപ്പോഴാണ് അത് സത്യമാവണം. വെൻ ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി ഫോർ us. അത് റിയാലിറ്റി ആയാൽ അത് സത്യമാണ്. അതിനെ തിരിച്ചറിയാനാണ് ഈ അഭ്യാസം മുഴുവൻ നമ്മൾ കാണിക്കുന്നത്. ആ സത്യം ഉപാസിക്കാൻ തന്നെയാണ് ഭട്ടതിരിയുടെ. ഭട്ടതിരി വളരെ കഷ്ടപ്പെട്ട് ഒന്നും പോണ്ട. ഗുരുവായൂരിലിരിക്കുന്ന ആ ദേവൻ ഈ സത്യമാണ്. ഗുരുവായൂരപ്പൻ രാത്രി ശിവേലിക്ക് പുറത്തേക്ക് അങ്ങോട്ട് എഴുന്നള്ളുമ്പോൾ ആ ആനപ്പുറത്ത് അങ്ങോട്ട് ഫസ്റ്റ് കയറിയിട്ട് ആദ്യത്തെ ശിവേലി കഴിഞ്ഞിട്ട് എഴുന്നള്ളത്തിന് വിളക്കെഴുന്നള്ളിപ്പിന് ഭഗവാനെ ആന മാറ്റും, കോലത്തിൽ കയറ്റിയിട്ട് തിരിച്ചു കയറ്റും. ആ തിരിച്ചു കയറ്റുന്ന സമയത്ത് അറിയാണ്ട മനസ്സിൽ പൊട്ടാറുള്ള ശ്ലോകം ഈ ജന്മാദ്യസ്യതോ എന്നാണ്. കാരണം ആ സത്യം പരം ധീമഹി എന്നുള്ളതിൻ്റെ വിഷ്വലാണ് അവിടെ നടക്കുന്നത്. ഏതൊരു സത്യമാണോ അങ്ങനെ
യോഗികൾ പോലും കഷ്ടപ്പെട്ട് നേടണം. അത് അവിടെ വന്ന് ആനപ്പുറത്ത് കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിന് നിൽക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് കൈ നീട്ടിയിട്ട് തൊടാം, അല്ലേ? അത്രയും പ്രോക്സിമിറ്റിയിൽ ആക്സസിബിളായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ ലഭിക്കുകയും ചെയ്യണത്. അതുകൊണ്ട് ഈ എന്താ പറയുക, ഒന്നാമത്തെ ദശകം വീണ്ടും 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 പഠിക്കണം. ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരസർവസം 10 ഉപനിഷത്തുക്കൾ, പ്രധാന ദശോപനിഷത്തുക്കൾ എടുത്താൽ ആ ദശോപനിഷത്തുക്കളുടെ 10 എണ്ണത്തിൻ്റെയും ചാറി 10 ശ്ലോകത്തിലുണ്ട്. ഇനി മഹാവാക്യങ്ങൾ എടുത്താൽ പ്രജ്ഞാനം ബ്രഹ്മ ഐതരോപനിഷത്തിലെ, അല്ലെങ്കിൽ ബൃഹദാരണ്യത്തിലെ അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി, അതല്ലെങ്കിൽ മാണ്ഡൂക്യത്തിലെ അയമാത്മാ ബ്രഹ്മ, ഇതൊക്കെ എടുക്കുക. അതേമാതിരി തന്നെ ഛാന്തോഗ്യത്തിൽ തന്നെ സർവം ഖൽവിതം ബ്രഹ്മ, ഇതെല്ലാം എടുത്താൽ ഈ 10 ശ്ലോകങ്ങളിലുള്ളിൽ ഇത് കാണാൻ പറ്റും. അത് മറ്റൊരവസരത്തിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ അത് മാത്രം പറയാം. ഉപനിഷത്തും ഈ ദശകവും മാത്രം. ഇന്നിപ്പോൾ നമുക്കതിനുള്ള സമയമില്ല. കാരണം ഇത് ഈ ഫണ്ടമെൻ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ ചുമട എൻ്റെ തൊഴിൽ നിന്ന് ഇറങ്ങിയ ഫീലാണ്. വളരെ റിലാക്സ്ഡായി. കാരണം എന്താ വെച്ചാൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് തരാൻ പറ്റിയാൽ ഇനി ബാക്കി 7 ദിവസം പ്രഭാഷണം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മാതിരിയാണ്. അത്രയും പ്രധാന 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 ഭാഗമാണ് ഈ 10 ശ്ലോകത്തിൻ്റെ ഒരു ക്രക്സ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും വളരെ വേഗത്തിൽ ഓടിച്ചു പോകും. അത് ചെയ്യാൻ പാടില്ല. അതേപോലെ ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധാദ്വൈതം, ദ്വൈതാദ്വൈതം, അദ്വൈതം, ഇതൊക്കെ കൂടാണ്ട് അചിന്ത്യ ഭേദാഭേദം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇത്രയും ഫിലോസഫികൾ, ദ്വൈതം മധ്വൻ്റെ, രാമാനുജൻ്റെ വിശിഷ്ടാദ്വൈതം, അതേമാതിരി തന്നെ നമ്മുടെ നിംബാർക്കൻ്റെയും വല്ലഭൻ്റെയൊക്കെ ഈ ശുദ്ധാദ്വൈത ദ്വൈതാദ്വൈതങ്ങളൊക്കെ, അചിന്ത്യഭേദാഭേദം ചൈതന്യൻ്റെ, ശങ്കരാചാര്യ സ്വാമികളും ഗൗഡപാദാചാര്യനും ഗോവിന്ദഭഗവത്പാദരുടെയും അതിനൊക്കെ മുൻപുള്ള പൂർവ്വസൂരികൾ വ്യാസൻ ബാദരായണൻ്റെ ഒക്കെയുള്ള അദ്വൈതം, ഏതെടുത്താലും ഭട്ടതിരിയുടെ 10 ശ്ലോകങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തിളങ്ങണ കാണാം. ഏത് സ്കൂളിനും ഇത് അവരുടേതാക്കി വ്യാഖ്യാനിക്കാൻ പറ്റും. അവരുടേതാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റണമെങ്കിൽ അത് അത്രയും പൂർണ്ണമായിരിക്കണം. അത് അത്രയും പൂർണ്ണമാവണമെങ്കിൽ ആ 10 ശ്ലോകവും ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനാണ് ആ 10 ശ്ലോകം എന്നുള്ളതുകൊണ്ടാണ് ഏത് സിദ്ധാന്തക്കാർക്കും അവരുടെ രീതിക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റണത്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമുക്ക് ആ വഴിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതും വിശേഷമായിട്ട് പഠിക്കേണ്ട ഒരു രീതിയാണ് ദ്വൈതത്തിൻ്റെ ദ്വൈത വേദാന്തം, വിശിഷ്ടാദ്വൈത വേദാന്തം, ശുദ്ധാദ്വൈത വേദാന്തം, ദ്വൈതാദ്വൈത വേദാന്തം, അദ്വൈത വേദാന്തം, അചിന്ത്യ ഭേദാഭേദം, ഇത്രയും സ്കൂളുകൾ. ഇത് ഞാൻ അക്കാഡമിക്കലി താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇതൊന്നും നമ്മൾ ഗൃഹസ്ഥർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ലൈവിൽ കുറേ പേര് കാണുന്നുണ്ട്, 10,000-2000 പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ നോക്കുമ്പോൾ. അപ്പം കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഈ റെക്കോർഡിങ് നാളെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് നാളെ തോന്നുകയാണെങ്കിൽ ആ മാർഗത്തിലൊന്ന് പോയി നോക്കൂ. നല്ല രസമാണ്. ഒരുപാട് കാര്യം ഈ കിടന്ന് ഈ തമ്മിൽ തല്ലണേന്ന് ഒരർത്ഥമില്ല എന്ന് മനസ്സിലാവും. ഞങ്ങളുടെ രീതി ശരി, ശ്രീരംഗംകാരും തിരുപ്പതിക്കാരും തമ്മിലടി, ദ്വാരകക്കാരും ശ്രീരംഗംകാരും തമ്മിലടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ വെറുതെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ എന്താ പറയുക വിഷയത്തിനെ ഇത്രയ്ക്കും ലളിതമായിട്ട് ഭട്ടതിരിപ്പാക്കൂടെ അത് പറഞ്ഞു തന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയിട്ട്, നമുക്കിനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, എന്നാലും ഞാൻ പട്ടണത്ര വേഗതയിൽ ചുരുക്കി പറഞ്ഞു പോവാം.